ഹായ്, വെൽക്കം ടു 123 തോട്ട്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തി എഗ് റോൾ ആണ്. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ നമുക്ക് ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ആദ്യം നമുക്ക് ഈ എഗ് റോളിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സാലഡ് കുക്കുംബറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ക്യാരറ്റോ മറ്റേതെങ്കിലും പച്ചക്കറികളോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് മല്ലിയില, 1/4 ടീസ്പൂണിലും താഴെ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇത് ജീരകം വറുത്ത് പൊടിച്ചതാണ്. ഇതൊരു 2-3 പിഞ്ച്. ഇത് ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഞാൻ വളരെ ചെറിയ അളവിലെ മസാലകൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി അധികം മസാല ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും മസാലകൾ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ നാരങ്ങാനീരാണ്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ ബീറ്റ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 ചപ്പാത്തിയാണ്. ഇത് ഞാൻ ബട്ടറൊക്കെ പുരട്ടി ഒന്ന് ചുട്ടെടുത്തതാണ്. ബാക്കി വരുന്ന ചപ്പാത്തി വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയ 2 പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ മുട്ടയുടെ മിക്സ് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 5-6 സെക്കൻഡ് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ചപ്പാത്തി എടുത്തിട്ട് ഇതിൻ്റെ മേലെ വയ്ക്കാം. മുട്ടയുടെ അടിഭാഗം ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് മറിച്ചിടാം. സിമ്മിൽ വെച്ചിട്ട് ചെയ്താൽ മതി. 2-3 പ്രാവശ്യം മറിച്ചിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഈ പാനിൽ നിന്ന് മാറ്റുകയാണ്. ഇനി നമ്മുടെ സവാള കുക്കുംബർ ഈ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇഷ്ടമില്ലെങ്കിൽ സ്പെഷ്യൽ ചട്നീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. താഴെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചപ്പാത്തി എഗ് റോൾ ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഇതുപോലുള്ള വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായി വരുന്നതുവരേക്കും ബൈ.